ത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കിന്ന് ചിന്തിക്കുവാൻ വേണ്ടി ദൈവം തരുന്ന തിരുവചനം റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വചനം നമുക്ക് വായിക്കാം. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. അതിൽ ദൈവത്തിൻ്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ട് വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നെഴുതിയിരിക്കുന്നുവല്ലോ. അപ്പോൾ സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കുന്നവരാണോ നാം ഓരോരുത്തരും? സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കാതെ ജീവിച്ചാൽ നമുക്ക് എന്ത് ലഭിക്കുമെന്ന് അവിടെ നമ്മൾ വായിച്ചത്? അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. അപ്പോൾ നാം രക്ഷിക്കപ്പെടണമെങ്കിൽ, അതല്ലെങ്കിൽ നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണത്തിൽ നാം എത്തണമെങ്കിൽ നാം എന്തു ചെയ്യണം? സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കുന്നവരായിരിക്കരുത്. അതിൻ്റെ അർത്ഥം സുവിശേഷത്തിന് ചെവി കൊടുക്കുന്നവരായിരിക്കണം, സുവിശേഷം കേൾക്കുന്നവരായിരിക്കണം, ദൈവവചനം കേട്ട് അനുസരിക്കുന്നവരായിരിക്കണം, ദൈവവചനപ്രകാരം നമ്മുടെ ജീവിതത്തെ ഒരുക്കുന്നവരായിരിക്കണം. എന്നാൽ മാത്രമേ രക്ഷയ്ക്കായി അത് ദൈവശക്തിയായി നമ്മളിൽ വ്യാപരിക്കുകയുള്ളൂ. അത് വ്യാപരിക്കുന്നത് എങ്ങനെയാണെന്ന് അവിടെ പറയാം. അതിൽ ദൈവത്തിൻ്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. അപ്പോൾ ഇന്ന് ആ സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കാതെ രക്ഷയ്ക്കായി വാഞ്ചിച്ചുകൊണ്ട് നാം ആ സുവിശേഷത്തിന് ആലിംഗനം ചെയ്ത് നാം ജീവിച്ചാൽ നാം ആരായി മാറും? നാം നീതിമാനായി മാറും. അവിടെ എഴുതിയിരിക്കുകയാണ്, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നെഴുതിയിരിക്കുന്നു. അപ്പോൾ നാം വിശ്വസിച്ച് നീതിമാനായി ജീവിക്കുക, ദൈവത്തിൻ്റെ രക്ഷ കരസ്ഥമാക്കുക, ദൈവത്തിൻ്റെ രക്ഷ നമുക്ക് തരുന്ന ദൈവശക്തി നമ്മളിലേക്ക് വരുവാനിടയായിത്തീരും. അപ്പോൾ സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കാതെ നമുക്ക് ജീവിക്കുവാൻ ഓരോരുത്തർക്കും ഇടയായിത്തീരട്ടെ. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചനത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.